ദേശഭക്തിഗാനം നമ്മൾ ജനഗണമന പാടാറുണ്ട്, നമ്മൾ വന്ദേ മാതരം പാടാറുണ്ട്. അതെല്ലാം ഔദ്യോഗികമായി അംഗീകരിച്ച കാര്യങ്ങൾ. RSSന്റെ ഘടകയിൽ RSSന്റെ പോയി പാടുക, അതൊക്കെ അവർ ചെയ്തോട്ടെ. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്, ഈ രാജ്യത്തുണ്ട്. അതൊക്കെ കോൺഗ്രസ് കൊണ്ടുവന്ന സ്വാതന്ത്ര്യമുണ്ട്. ഈ രാജ്യത്ത് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം. അവരുടെ ഗണഗീതത്തെ അവർ വിശദീകരിക്കുകയോ ഗണഗീതം അവർ പാടുകയോ ചെയ്യും. ഔദ്യോഗിക ചടങ്ങിൽ ഔദ്യോഗിക ചടങ്ങിൽ ഒരു കാരണവശാലും അതല്ല, അതൊന്നുമല്ല. ഔദ്യോഗിക ചടങ്ങിൽ ഒരു കാരണവശാലും പാടില്ല. അവര് ആര് ചെയ്താലും തെറ്റാണ്. DK ശിവകുമാർ ചെയ്താലും ഔദ്യോഗികമായിട്ട് ആരും ചെയ്യാൻ പാടില്ല. അത് ചെയ്തത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അതൊരു ഔദ്യോഗിക കുട്ടികൾ അങ്ങനെ നിഷ്കളങ്കരമായിട്ട് കുട്ടികൾ നിഷ്കളങ്കരമായിട്ട് പാടില്ലല്ലോ. എൻ്റെ പുറകിൽ ആരെങ്കിലും പ്രവർത്തിച്ചാലല്ലേ പാടുള്ളൂ. രണ്ടത് റെയിൽവേ എന്തിനാ പോസ്റ്റ് ചെയ്യുന്നത്? കുട്ടികൾ നിഷ്കളങ്കമായി പാടിയ ഗണഗീത റെയിൽവേ എങ്ങനെയാണ് എക്സിൽ പോസ്റ്റ് ചെയ്യണത്? പിന്നെന്തിനാണ് ആക്ഷേപം വന്നപ്പോൾ പിൻവലിച്ചത്? പിന്നെന്തിനാണ് രണ്ടാമതും വാശിയോട് വിളിച്ചത്? ഇതൊന്നും ശരിയായിട്ടുള്ള ഒന്ന് നാട്ടുകാരുടെ ചെലവിലും ഔദ്യോഗിക പരിപാടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ചെലവിൽ നടക്കുന്ന പരിപാടി. ഞാൻ ആദ്യത്തേലും പറഞ്ഞു, സർവേയുടെ കാര്യം രണ്ടും ഒരേ രീതിയിലുള്ള പരിപാടികളാണ്, ഒരേ രീതി. ഇത് രണ്ടും കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല. ഇതിനെ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ഒരു കാരണവശാലും അനുവദിക്കണം.